എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 3 തരം ഒരു പപ്പടം കാച്ചിയതും ഒരു 2 തരം കറിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നൊരു തീയലാണ്, പിന്നെ നമ്മളൊരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ പപ്പടമാണെങ്കിൽ നമ്മുടെ ഒരു മുളക് പപ്പടമാണ്, കുരുമുളക് വെച്ചിട്ടുള്ള ഒരു പപ്പടമാണ് ഞാൻ കാച്ചിയെടുക്കുന്നത് നമുക്ക് ഉച്ചക്കലത്തേക്ക്. ആ പപ്പടം കാച്ചിയതിന് ശേഷം ഞാൻ അതിലേക്കാണ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തീയൽ വെക്കാൻ വേണ്ടി ഒരു നാടൻ തീയലാണ്, വറുത്തരച്ച് നല്ല തേങ്ങ വറുത്തരച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും മുളകും പിന്നെ ഒക്കെ കൂടെ വറുത്തിട്ട് നമ്മളതിലേക്ക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി അനത്തിയിട്ട് നമ്മൾ ഇത്തിരി പുളിയും ചേർത്തിട്ടാണ് നല്ല നൈസായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ പച്ചക്കറികൾ മിക്കവാറും എല്ലാ പച്ചക്കറിയുണ്ട്. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ചേന, 2-3 പിന്നെ അമരയ്ക്ക, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ഉണ്ട്. ഇതാണ് അതിൻ്റെ വറുത്തരപ്പ്. ഇത് അടിപൊളിയായിട്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട്, നല്ല കളറുണ്ട്. അപ്പോൾ തീയലും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളൊരിത്തിരി പുളി കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് വൃത്തിയായിട്ട് അരച്ചെടുക്കണം. ഒന്ന് ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ 3 കൂട്ടമാണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പപ്പടം കാച്ചിയിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ആ വെളിച്ചെണ്ണ കളയേണ്ട കാര്യമില്ല. നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. വഴുതനങ്ങ ഫ്രൈ. വഴുതനങ്ങ ആണെങ്കിൽ നമ്മൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ മുറിച്ച വഴുതനങ്ങയാണ് അത് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ തീയൽ കുറച്ച് നേരം നമ്മളൊന്ന് വഴറ്റണം. എണ്ണയിൽ കടുക് വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളിയാണെങ്കിൽ ഞാൻ നല്ല പുളി വേടിച്ചിട്ട് അത് ഒന്നുകൂടി നമ്മൾ ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കുപ്പിക്കകത്താക്കി വെച്ചേക്കുന്ന പുളിയാണ്. നമുക്ക് തന്നെ ഇത് എടുക്കുമ്പോൾ ഒരു കഷ്ണം എടുത്ത് തിന്നാൻ തോന്നും, അത്ര ടേസ്റ്റുള്ള നാടൻ പുളിയാണ്. അപ്പോൾ ഞാൻ ഈ അരപ്പിലേക്ക് ഇച്ചിരി പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരെണ്ണം ഇട്ടതാണെങ്കിലും നമുക്കൊരു പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിത് നന്നായി അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടുണ്ട്, ഇതേ രീതിയിലാണ് നമ്മൾ അരയ്ക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ നല്ലതായിട്ട് അരയ്ക്കണം. എത്രയും നല്ലതായിട്ട് അരയ്ക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെന്നും മീനൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ വെജിറ്റബിൾ കറിയൊക്കെ എന്ത് ടേസ്റ്റാണ്. ചോറിനകത്ത് നമുക്കിതും ആ ഒരു മെഴുക്കുവരട്ടി, 2 പപ്പടവും ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ നമ്മുടെ ചൂണ് അടിപൊളിയാവും. എന്നിട്ട് ഇതുപോലെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി കഴുകിയിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ. ഇപ്പം നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു ഇലയൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയൊന്നും ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അതിനകത്ത് ആ എണ്ണ വീണ്ടും ബാലൻസ് എണ്ണ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കളയാം. പിന്നീട് നമ്മളത് പിറ്റേന്നൊന്നും എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കരുത്. ഒരെണ്ണയും നമ്മളങ്ങനെ അന്ന് നമുക്ക് എന്തെങ്കിലും ആക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. പിറ്റേന്നാകുമ്പോഴത്തേന് അതിലൊരു വിഷാംശമൊക്കെ വരും. അപ്പോൾ നമുക്ക് അതും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ തീയൽ അങ്ങനെ അതിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ, കണ്ടിട്ട് തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഇതൊക്കെ ചോറിന് കൂട്ടുമ്പോൾ അടിപൊളി രുചിയാണ്. നിങ്ങൾക്കിതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചിയൊക്കെ മനസ്സിലാവും. നമുക്ക് വഴുതനങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലതായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഇനി കുറുകി തിളച്ച് ഇതായി വരുമ്പോഴത്തേനും നമുക്കിതിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളൊരു മൂടി വെച്ച് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൽ കിടന്ന് വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങുന്നത്. എന്നിട്ട് നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടി കുറുകി വരുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വഴുതനങ്ങയും ഫ്രൈ ആയി, നമ്മുടെ തീയലും റെഡി ആയിട്ടുണ്ട്. ഈ അടിപൊളി 2 കറികളും ഒരു മുളക് പപ്പടവും കുരുമുളക് പപ്പടവും കൂടിയാണ്
ഞാൻ ഫ്രൈ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. താങ്ക് യു.